ഹലോ കൽസ്, എടാ 9ാം ക്ലാസ്സിൽ കെമിസ്ട്രിയിൽ സെക്കൻഡ് ചാപ്റ്ററിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാൻ പോകുന്നത്. അഥവാ പ്രഡിക്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. നേരെ പഠിച്ചോ, 3 മാർക്കാണ് ഇതിൽ കിട്ടാൻ പോവുക. അതായത് ഏത് ഭാഗമാണെന്ന് ചോദിച്ചാൽ നമുക്കൊരു തോട്ട് ഉണ്ടാവും അല്ലേ, യെസ് ഈ ഒരു ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് വളരെ 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 കൂടുതലാണ്. അത്തരത്തിലൊരു ഭാഗമാണ് നമ്മൾ ഇങ്ങനെ പറയാൻ പോകുന്നത്. പെട്ടെന്ന് പറഞ്ഞു തീർക്കും, ഒരു 10 മിനിറ്റിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യും, പരിപാടി തീർക്കും. പക്ഷേ ഇത് കണ്ടാൽ നഷ്ടമില്ല, 3 മാർക്ക് കേട്ടോ. ഓക്കെ അല്ലേ? സോ നോക്കാം മക്കളെ, ഇതാണ് നമ്മുടെ ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ, പീരിയോഡിക് ടേബിൾ എന്ന ചാപ്റ്റർ. ഓക്കെ അല്ലേ? നോക്കാം. ഈ പീരിയോഡിക് ടേബിളിൽ മക്കളെ ആറ്റത്തിൻ്റെ വലിപ്പം അല്ലെങ്കിൽ ദ സൈസ് ഓഫ് എൻ ആറ്റം ഇൻ എ ഗ്രൂപ്പ് ആൻഡ് പീരീഡ്, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണ് സാറേ ആറ്റത്തിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ? ജസ്റ്റ് കൺസെപ്റ്റ് ക്ലാരിറ്റി വരുത്തുക. അതായത് ആറ്റത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഏറ്റവും ഔട്ടർ മോസ്റ്റ് കാണുന്ന, ഏറ്റവും പുറത്ത് കാണുന്ന, ഏറ്റവും ബാഹ്യതമ ശല്യത്തിലേക്കുള്ള ആ ഒരു ദൂരം. അവിടെ നമ്മൾ സർക്കിളിന് റേഡിയസ് പറയാറില്ലേ, സെയിം തന്നെ. ഓക്കെ അല്ലേ? സോ അതാണ് എന്ത് വരിക, അറ്റോമിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് പറയാം ഗ്രൂപ്പിലും പീരീഡിലും എന്താ അവസ്ഥ നോക്കാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഗ്രൂപ്പിൽ എന്താണ് സൈസ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ, എന്താണ് കാരണം, അതാണ് പറയാൻ പോകുന്നത്. നേരെ കേൾക്കുക, ഇപ്പം തന്നെ പഠിച്ചെടുക്കാം കേട്ടോളി. അതായത് മക്കളെ, ഒന്നാമത്തെ ഗ്രൂപ്പ് നമ്മൾ എടുത്തു അല്ലേ, ലിഥിയം അല്ലേ, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, ഈ 4 പേരെ മാത്രമാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പാണ് നോക്കുക. ഒന്നാമത്തെ ഗ്രൂപ്പിൽ ലിഥിയത്തിൻ്റെ സിമ്പിൾ ഇങ്ങനെയാണ്, അറ്റോമിക് നമ്പർ 3 ആണ്. ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 1 2 1. എടാ ഇവിടെ എത്ര ഷെല്ലാണ്? ഓൺലി 2 ഷെൽസ്. ഓക്കെ, ഇനി നമ്മുടെ സോഡിയം ആണെന്നുണ്ടെങ്കിലോ അറ്റോമിക് നമ്പർ 11 വരുന്നുണ്ട്, 2 8 1 അല്ലേ. സോ 3 ഷെൽസ് ആർ ദർ, 3 ഷെല്ലുകളുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, ആ കാര്യം നമുക്ക് ശ്രദ്ധിക്കുക. അടുത്ത താഴേക്ക് വരുന്ന സമയത്ത് പൊട്ടാസ്യം വരുമ്പോൾ അവിടെ 1 2 3 4 4 ഷെല്ലുകൾ. ആൻഡ് റുബീഡിയം വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റും 1 2 3 4 5 5 ഷെല്ലുകൾ, 5 ഷെല്ലുകൾ അല്ലേ. സോ നോക്കണം, ആദ്യം 2 ഷെല്ലുകൾ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ 1 2 3. സൈസ് കൂടിയോ? സ്വാഭാവികം, കൂടൂലേ? കൂടണം അല്ലേ. ഇനി അടുത്തതോ 1 2 3 4. സൈസ് കൂടി. അതിന് അവസാനമായിട്ട് വരുമ്പോഴോ 1 2 3 4 5. സൈസ് എന്തായാലും കൂടണം. പക്ഷേ നിങ്ങളിവിടെ മറന്നു പോകാനിടയുള്ള ഒരു പോയിന്റ് ഉണ്ട് അല്ലേ, നോക്കാം നമുക്ക്. അതായത് മക്കളെ, ന്യൂക്ലിയർ ചാർജിന് ആറ്റത്തിൻ്റെ സൈസുമായിട്ട് ഒരു കനത്ത ബന്ധമുണ്ട്. അഥവാ ന്യൂക്ലിയർ ചാർജ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള പോസിറ്റീവായ കണങ്ങളായ പ്രോട്ടോണിൻ്റെ എണ്ണം കൂടുന്തോറും ഈ ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് കൂടി വരും അല്ലേ. സോ ഈ ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് കൂടുമ്പോൾ ഏറ്റവും അവസാനം നിൽക്കുന്ന ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനെ പിടിച്ച് വലിക്കാനുള്ള കഴിവ് കൂടും, അതായത് ആ ത്വര കൂടും. സോ ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ, അറ്റോമിക് നമ്പർ കൂടുമ്പോൾ അയാൾ എന്ത് ചെയ്യും, പിടിച്ച് വലി കൂടും. അതായത് അറ്റോമിക് നമ്പർ കൂടുന്ന സമയത്ത് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനെ, ബാഹ്യതമ ഇലക്ട്രോണിനെ ആ ഒരു പിടിവലി കൂടും അല്ലേ. നോക്കടാ, ഇവിടെ ഏറ്റവും അറ്റോമിക് നമ്പർ കൂടിയ ആൾ അല്ലെങ്കിൽ ന്യൂക്ലിയർ ചാർജ് കൂടിയ ആൾ റുബീഡിയമാണ്. റുബീഡിയത്തിൻ്റെ 5ാമത്തെ ഷെല്ലിലുള്ള ആ തലക്ക് കാണുന്ന ഇലക്ട്രോണിനെ പിടിച്ച് വലിക്കാനുള്ള കഴിവ് കൂടുതലാണ്. പക്ഷെ 5 ഷെല്ലുണ്ട്, അതാണ് പ്രശ്നം അല്ലേ. അപ്പം നമുക്ക് പറയാൻ പറ്റും എന്താണ്, ഒരു ഗ്രൂപ്പിൽ നിന്ന് താഴേക്ക് വരുംതോറും ന്യൂക്ലിയർ ചാർജ് വർദ്ധിക്കുന്നുണ്ട്. അതായത് റുബീഡിയത്തിൻ്റെ ന്യൂക്ലിയർ ചാർജ് കണ്ടെങ്കിൽ ഇത്രയുണ്ട്, പക്ഷേ നമ്മുടെ ലിഥിയത്തിനാകെ എത്രയേ ഉള്ളൂ. ന്യൂക്ലിയർ ചാർജ് വർദ്ധിക്കുന്നുണ്ടെങ്കിലും എന്താണ്, അതിൻ്റെ സ്വാധീനത്തെ മറികടക്കുന്ന വിധത്തിൽ, അതായത് ആ പിടിച്ചുവലിയുടെ ആ ഒരു ഇങ്ങോട്ട് വായോ അപ്പോൾ സൈസ് കുറയേണ്ടതാണ്, പക്ഷെ ആ സ്വാധീനത്തെ മറികടക്കുന്ന അതിനേക്കാൾ അപ്പുറത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഷെല്ലിൻ്റെ എണ്ണം കൂടി വരികയല്ലേ, ഒന്നും ചെയ്യാല്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ന്യൂക്ലിയർ ചാർജ് കൂടുന്നൊക്കെ ഉണ്ട്, എന്നാൽ അതിനൊക്കെ മറികടക്കുന്ന വിധത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു. ഓക്കെ, സോ എന്ത് ചെയ്യും, ദ സൈസ് ഓഫ് ആൻ ആറ്റം ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ക്ലിയർ ആയില്ലേ? സോ ഗ്രൂപ്പിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് വരുന്തോറും ആറ്റത്തിൻ്റെ സൈസ് കൂടി വരുന്നു. സ്വാഭാവികമാണ്, എങ്കിലും ആ ന്യൂക്ലിയർ ചാർജിൻ്റെ കാര്യം മക്കൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഷെല്ല് കൂടിയത് കൊണ്ട് അല്ലേ ന്യൂക്ലിയർ ചാർജിന് മറികടന്നു. ഓക്കെ, സോ ഗ്രൂപ്പിൻ്റെ കാര്യം സെറ്റാക്കി വെച്ചു. ഇനി പീരീഡിലേക്ക് നമുക്ക് പോവാം. നോക്കടാ, സെക്കൻഡ് പീരീഡ് ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ. എത്ര ഷെല്ലുണ്ട്? 2 ഷെല്ല് ലിഥിയത്തിന്. ബെറിലിയത്തിനോ 2 ഷെല്ല്. അടുത്തതും 3 ഷെല്ല്, വീണ്ടും 2 ഷെല്ല്. അപ്പോൾ ഷെല്ലിൻ്റെ എണ്ണം സെയിം കിട്ടിയില്ലേ. അഥവാ ഒരു പീരീഡ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും ഷെല്ലിൻ്റെ എണ്ണം കൂടാൻ പോകുന്നില്ല. അഥവാ ആകെ 2 ഷെല്ല് മാത്രമേ ഉള്ളൂ. എന്നാൽ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ, നോക്കടാ, ഇവിടെ ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പർ 9 ആണ് അല്ലേ. നമ്മളിവിടെ കാണിച്ച ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ വെറും 3 മാത്രമേ ഉള്ളൂ. സോ 3ഉം 9ഉം വരുമ്പോൾ ആർക്കാണ് ന്യൂക്ലിയർ ചാർജ് കൂടുക?
ഫ്ലൂറിന് ന്യൂക്ലിയർ ചാർജ് കൂടും. അഥവാ ഫ്ലൂറിൻ്റെ സെൻട്രൽ ഭാഗമായ ന്യൂക്ലിയസിന് എന്ത് ചെയ്യും? അവസാനം കാണുന്ന ഫ്ലൂറിൻ്റെ ഇലക്ട്രോണിനെ പിടിച്ചു വലിക്കാനുള്ള കഴിവ് കൂടുതലായിരിക്കും. ആരേക്കാൾ? ലിഥിയത്തിൻ്റെക്കാൾ അല്ലേ? അതുകൊണ്ട് ലിഥിയത്തിൻ്റെ സൈസ് കുറച്ച് കൂടുതലായിരിക്കും. ഫ്ലൂറിൻ്റെതോ സൈസ് കുറയും. കാരണം സെൻട്രൽ ഭാഗത്തുനിന്ന് ഭയങ്കര പിടിവലിയാ അല്ലേ? സോ ആ ബാഹ്യതമ ഷെല്ല് എന്ത് ചെയ്യാണ്? കുറേ അടുത്തേക്ക് വരികയാണ്. ക്ലിയർ അല്ലേ? സോ നമുക്ക് പറയാൻ പറ്റും ഒരു പീരീഡിൻ്റെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും ആറ്റത്തിൻ്റെ സൈസ് കുറഞ്ഞ് 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 വരും. ഓക്കെ, ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് പോകും തോറും നമ്മൾ പറഞ്ഞു സൈസ് കൂടി വരികയാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ ഇവിടെ ന്യൂക്ലിയർ ചാർജ് കളിക്കും. ന്യൂക്ലിയർ ചാർജ് കളിക്കാൻ പറ്റും. കാരണം എന്താണ്? ഷെല്ലിൻ്റെ എണ്ണം കൂടുന്നില്ല, ആകെ 2 ഷെല്ലേ ഉള്ളൂ അല്ലേ? സോ പിടിച്ചുവലി കൂടും, ന്യൂക്ലിയർ ചാർജ് കൂടി. അഥവാ നമുക്ക് പറയാൻ പറ്റും ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകും തോറും ഫ്ലൂറിൻ്റെ ഭാഗത്തേക്കൊക്കെ 17ാം ഗ്രൂപ്പിലേക്ക് പോകും തോറും അവർ വളരെ സൈസ് കുറഞ്ഞ ആളുകളായിട്ട് മാറും. സോ അതാണ് എന്ത്? ഒരു പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകും തോറും എന്ത് ഇടത്തു നിന്ന് വലത്തോട്ട് പോകാൻ കാരണം? പീരീഡ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ് അല്ലേ? അങ്ങനെ എത്ര പീരീഡ് ഉണ്ട്? 7 പീരീഡ് ഉണ്ട്, നമുക്കറിയാം അല്ലേ? സോ ലെഫ്റ്റ് നിന്ന് റൈറ്റിക്കാണ് എന്ത് ചെയ്യുക? ഓരോ പീരീഡും കാണിക്കുക. സോ ഒരു പീരീഡിൻ്റെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിക്ക് പോകും തോറും ഷെല്ലുകളുടെ എണ്ണത്തിൽ മാറ്റമുണ്ടാകുന്നില്ല. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് ഷെൽസ്. സോ മാത്രമല്ല, എന്നാൽ എന്ത് ചെയ്യുന്നുണ്ട്? ന്യൂക്ലിയർ ചാർജ് ക്രമേണ കൂടുകയും ചെയ്യുന്നുണ്ട്. ഷെല്ല് മാറുന്നില്ല എന്ന് മാത്രമല്ല, ന്യൂക്ലിയർ ചാർജിൻ്റെ ആ ഒരു നമ്പർ കൂടും ചെയ്യുന്നുണ്ട്. സോ നമുക്ക് പറയാൻ പറ്റും ബാഹ്യതമ ഇലക്ട്രോണുകളിൽ ന്യൂക്ലിയസിൻ്റെ ആകർഷണ ബലം കൂടുന്നു. ഓക്കെ അല്ലേ? സോ ഔട്ടർ മോസ്റ്റ് ഷെല്ല് എന്ത് ചെയ്യാണ്? ഇങ്ങനെ ഉള്ളിലേക്ക് വലിഞ്ഞു വരും. കാരണം അയാൾ ഇങ്ങനെ പിടിച്ചു വലിക്കുക, ന്യൂക്ലിയസ് പിടിച്ചു വലിക്കുക അല്ലേ? സോ നമുക്ക് പറയാൻ പറ്റും അതിനാൽ ആറ്റത്തിൻ്റെ വലിപ്പം ക്രമേണ കുറയുന്നു. ഓക്കെ, ദ സൈസ് ഓഫ് ദ ആറ്റം ഗ്രാജുവലി ഡിക്രീസസ്. സോ ഇത് രണ്ടും കൂടെ കാണിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഡയഗ്രാം കാണിക്കാൻ പറ്റും. എങ്ങനെ കാണിക്കുക നോക്കടാ? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിക്ക് പോകും തോറും അഥവാ ഒരു പീരീഡ് അല്ലേ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിക്ക് പോകും തോറും നമ്മളെ ഇപ്പം തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിക്ക് പോകും തോറും സൈസ് എന്ത് ചെയ്യാണ്? കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് അല്ലേ? ആൻഡ് മുകളിൽ നിന്നും താഴേക്ക് വരുന്നതോറും എന്ത് ചെയ്യാണ്? സൈസ് കൂടി കൂടി വരികയാണ്. ഈ 2 കാര്യം മാത്രം പഠിച്ചാൽ മതി. ഇതിൻ്റെ റീസൺ എന്തുകൊണ്ട് എന്നുള്ളത് മക്കൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് കൺക്ലൂഷനായിട്ട് പറയാൻ പറ്റും എന്താണ്? യെസ്, മൂവിങ് ഡൗൺ ദ ഗ്രൂപ്പ് ദ സൈസ് ഓഫ് എൻ ആറ്റം ഇൻക്രീസസ്. ഓക്കെ, ദ സൈസ് ഓഫ് എൻ ആറ്റം ഡിക്രീസസ് ഓൺ മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരീഡ്. അഥവാ ഒരു പീരീഡിൽ ഇടതുഭാഗത്ത് നിന്ന് വലതുഭാഗത്തേക്ക് പോകുന്നതോറും സൈസ് കുറഞ്ഞു കുറഞ്ഞ് വരികയാണ്. എന്നാൽ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴേക്ക് വരുന്നതോറും സൈസ് കൂടി കൂടി വരികയാണ്. ദാറ്റ്സ് ഓൾ. സോ പഠിച്ചു വെക്കുക, ഓർത്ത് വെക്കുക. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.